ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക അതിനോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ സംഘടിപ്പിച്ചു. എന്നാൽ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു പുസ്തക പ്രകാശനം നടന്നു. അതും മലയാള മനോരമയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി എഴുതിയ പുസ്തകമാണ്. ഈ ചടങ്ങിൽ വെച്ച് മറിയാമ്മ ഉമ്മൻ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് പോലും ഒന്ന് കണ്ണീര് തുടയ്ക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ പോലും വന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തോടാണെന്നുള്ള കാര്യം വ്യക്തമല്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഒറ്റ ദിവസം കൊണ്ട് ഒരു കാലക്കേട് ബാധിച്ചതുപോലെയാണ്. അതിൻ്റെ തലേ ദിവസമാണ് അവർ കോട്ടയത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തിയത്. അത് ഗംഭീരമായ പരിപാടിയായിരുന്നു. രാവിലെ സഭ, ഓർത്തഡോക്സ് സഭ, ചാണ്ടിയുടെ സഭ, ഉമ്മൻചാണ്ടിയുടെ സഭ വലിയ ഗംഭീരമായ ഇടവക പരിപാടി വലിയ തോതിൽ നടത്തി. അത് കഴിഞ്ഞ് നടന്ന വലിയ ജനകീയമായ പരിപാടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ്സിന് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ വന്ന് അത് ഉദ്ഘാടനം ചെയ്തു. അതോടനുബന്ധിച്ച് പക്ഷേ കോൺഗ്രസ് വളരെ പ്ലാൻ ചെയ്ത ആസൂത്രണം ചെയ്ത ചില പദ്ധതികൾ നടന്നില്ല. അതാണ് അവിടെ മുതലാണ് പരാജയം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ കോട്ടയത്തെ പരിപാടിക്ക് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ അതിൽ മുഖ്യ പ്രഭാഷകനായിട്ട് ശശി തരൂരിനെ വിളിച്ചു. അദ്ദേഹം വന്നില്ല. അതിൻ്റെ ഒരു കാരണം രാഹുൽ ഗാന്ധിയെയും ശശി തരൂരിനെയും ഒരുമിച്ചൊരു വേദിയിൽ അണിനിരത്തിയിട്ട് ഒരു പുതിയ ഇമേജിന് കൊടുക്കുക, രൂപം കൊടുക്കുക. മാത്രമല്ല ശശി തരൂർ പാർട്ടിയോട് അകലുന്നു എന്ന ഒരു ചിത്രം മാറ്റിയെടുക്കുക. വേറൊന്ന്, ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലൊന്ന് അടുത്തിരുന്ന് സംസാരിച്ചാൽ തീരുന്ന കാര്യങ്ങൾ. അതിനുവേണ്ടി അടുത്ത ദിവസം ഒരു പ്ലാൻ ചെയ്തു. രാഹുൽ ഗാന്ധി നേരെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് AK ആൻ്റണി എന്ന സീനിയർ നേതാവിനെ കാണാനാണ് വന്നത്. ആ കൂടിക്കാഴ്ചയിലും ശശി തരൂരിനെ കാണാനുള്ള ഏർപ്പാട് ഒരുക്കി. പക്ഷെ അതും നടന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ മുഖം മിനുക്കാനും കോൺഗ്രസിൻ്റെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കാനുമായി കോൺഗ്രസ് വളരെ പണിപ്പെട്ട് സംഘടിപ്പിച്ച പരിപാടികളിൽ ആദ്യത്തേത് വിജയിച്ചുവെങ്കിലും അവിടെ മുതൽ അതിൻ്റെ ഒരു വല്ലാത്ത പരാജയം ആരംഭിക്കുകയായിരുന്നു. കാലക്കേട് എന്ന് പറയണം. അതിൻ്റെ ഒടുവിലത്തെ മൂർധന്യാവസ്ഥയാണ് പിറ്റേന്ന് തിരുവനന്തപുരത്ത് സോളാർ വിഷയത്തെക്കുറിച്ച് ജോൺ മുണ്ടക്കായം എഴുതിയ പുസ്തകം. സോളാർ വിശേഷം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. മലയാളത്തിലെ പ്രമുഖനായ പത്രപ്രവർത്തകൻ്റെ വസ്തുനിഷ്ഠമായ പുസ്തകമാണെന്ന് പറയുന്നു. പുസ്തകം നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കണം. പക്ഷേ ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുണ്ട്, മുൻ UDF കൺവീനർ ആയിട്ടുള്ള MM ഹസ്സനുണ്ട്, മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ കുടുംബം മുഴുവനും ഉണ്ട്. ഭാര്യ മറിയാമ്മ ഉമ്മനുണ്ട്, ചാണ്ടി ഉമ്മനുണ്ട്, എല്ലാവരും ഉണ്ട്. നിറഞ്ഞ സദസ്സുമാണ്. വേണമെങ്കിൽ കോട്ടയത്ത് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൻ്റെ തുടർച്ചയായിട്ട് നടന്ന ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണം തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ഈ പുസ്തക പ്രകാശനം. ഏറെക്കുറെ കോൺഗ്രസിൻ്റെ വേദിയായിരുന്നു താനും. പക്ഷെ അവിടെ യാദൃച്ഛികമായി സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള അനുസ്മരണ സമ്മേളനങ്ങളിലൊന്നും മറിയാമ്മ ചേട്ടത്തി അങ്ങനെ ഇടപെടാറില്ല. അത് അവർക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടും അവരടക്കിപ്പിടിച്ച ഒരുപാട് വികാര വിക്ഷോഭങ്ങൾ ഉള്ളത് കൊണ്ടും ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ വേദിയിൽ അവർ പങ്കെടുത്തു. അത് രണ്ട് കാര്യം ഞെട്ടിച്ചു കളഞ്ഞു. അവർ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് വേദിക്ക് മുമ്പിൽ എത്തി. പക്ഷേ എത്തിയത് വരെ എല്ലാവർക്കും ആവേശമായിരുന്നു. എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ പൊട്ടിത്തെറിച്ചപ്പോൾ, അവരുടെ മനസ്സ് തള്ളി ഉള്ളു മുഴുവൻ പുറത്തേക്ക് വന്നപ്പോൾ അത് കോൺഗ്രസ്സിന് തന്നെ അങ്ങേയറ്റം അപമാനകരവും അങ്ങേയറ്റത്തെ ക്ഷീണവും ഉണ്ടാക്കി. മറിയാമ്മ ഉമ്മൻ്റെ പ്രസംഗം ഇങ്ങനെയാണ്. സോളാർ അവർ മറ്റെന്തിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും സോളാറിനെ കുറിച്ച് ഞാൻ പറയും. കാരണം എൻ്റെ കുഞ്ഞുകുഞ്ഞ് ജീവിതത്തിൽ ഇത്രയേറെ വേദനിച്ചൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കുഞ്ഞുഞ്ഞിൻ്റെ വേദന എന്തായിരുന്നു എന്നറിയാൻ ഈ കൂട്ടത്തിലിരിക്കുന്ന എൻ്റെ മോന് മാത്രമേ അത് മനസ്സിലാവൂ, വേറെ ആർക്കും മനസ്സിലാവില്ല. അതിൻ്റെ കാരണം അദ്ദേഹം ഇത്രയേറെ വേദനിച്ച സന്ദർഭത്തിൽ ഒരുത്തനെയും ഞങ്ങൾ കണ്ടിട്ടില്ല. കോൺഗ്രസ്സുകാരെ ഒരു കോൺഗ്രസ് നേതാവിനെയും കണ്ടില്ല. ഞാൻ കുഞ്ഞുഞ്ഞിനോട് ചോദിച്ചു, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രാവും പകലും ഈ വീടിൻ്റെ അടുക്കളയും കിടപ്പറയും നിരങ്ങുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഒരുത്തനെ നിങ്ങളുടെ അനുയായികൾ, നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നവർ, നിങ്ങളുടെ സഹയാത്രികൾ, നിങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നവർ ഒരുപാട് പേരുണ്ടല്ലോ, ആരെയും കാണുന്നില്ല, ഒരുത്തനും വന്നിട്ടില്ല. ഞാനിത് പറയുമ്പോൾ ഈ വേദിയിലിരിക്കുന്ന ഒരുത്തനും അത് മനസ്സിലാവില്ല, എൻ്റെ മോനല്ലാതെ. ഇത് ആവർത്തിച്ച് പറയുകയാണ്. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർക്കിട്ട് ഭീകരമായ കൊട്ടാണ്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, ഈ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ പിന്തുണക്കാൻ നിങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ല? എനിക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് രാഷ്ട്രീയമായി പറയാൻ എനിക്ക് അറിഞ്ഞൂടാ, അത് നിങ്ങളൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെക്കുറിച്ച് ഒന്നും എനിക്ക് പറയാൻ പറ്റും. ഉമ്മൻചാണ്ടിയെ ഒരു സ്ത്രീ വിഷയത്തിൽ നിങ്ങൾ കുറ്റപ്പെടുത്തിയാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ വഴിതെറ്റിപ്പോയാലും എൻ്റെ കുഞ്ഞുഞ്ഞ് വഴിതെറ്റിപ്പോകില്ല. അത്രയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാഞ്ഞത്? അദ്ദേഹത്തിൻ്റെ കണ്ണീരൊന്ന് തുടക്കണ്ട, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് വന്നാൽ കണ്ണിൽ നോക്കാൻ നിങ്ങൾ വന്നില്ലല്ലോ എന്ന വേദന എനിക്ക് തോന്നുന്നു അതുല്യമായൊരു വേദനയാണ്. കേരള ചരിത്രത്തിൽ എന്നല്ല,
ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതിസന്ധി മരിച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ആ പാർട്ടിയോട് ഉമ്മൻചാണ്ടിയുടെ പാർട്ടി, ഉമ്മൻചാണ്ടിയുടെ അരുമ ശിഷ്യന്മാരും അരുമ സഹയാത്രികരും അദ്ദേഹത്തോട് കാണിച്ച നന്ദികേട് ഇത്രയേറെ ഉള്ളു ഉരുകി ഒലിച്ച് നിറഞ്ഞ കണ്ണീരോടുകൂടി അവർ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങളെയൊക്കെ ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ചോദിക്കാം പക്ഷേ, അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വിദേശ പര്യടനമായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ ആ മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ലാതിരുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിയായ, അതായത് മുഖ്യമന്ത്രിയുടെ ചുമതലയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാതെ നടക്കില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയെ തിരിച്ചു വരുമ്പോഴേക്കും ഒരു ട്രാപ്പിൽപ്പെടുത്തുക എന്നുള്ള കൃത്യമായ പ്ലാനിങ് നടത്തിയെന്നോടുള്ള അർത്ഥം. അതെ, അത് നമ്മൾ ഈ സംശയിക്കുന്നത് നമ്മളെക്കാൾ നന്നായി എനിക്ക് രാഷ്ട്രീയം അറിയില്ല, ഞാൻ രാഷ്ട്രീയം പറയില്ല എന്ന് പറഞ്ഞ മറിയാമ്മ ചേട്ടത്തി അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോളാറിനെ അവർ 3 ഘട്ടമായി, ഒരു പക്ഷേ ഈ പുസ്തകത്തിൽ അങ്ങനെ 3 ഭാഗം ഉണ്ടാകാം. സോളാറിൻ്റെ 1-ാം ഭാഗം അത് വളരെ കൃത്യമായി ഒരു പദ്ധതിയായിരുന്നില്ല. സോളാർ നമ്മുടെ ഊർജ സംരക്ഷണത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഊർജത്തിന്റെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നല്ലോ. അതിൽ ഉമ്മൻചാണ്ടി പെട്ടുപോയി. 1-ാമത്തെ പോസിറ്റീവായ ഘട്ടം. 2-ാമത്തെ ഘട്ടത്തിൽ അത് ഒരു പൊളിറ്റിക്കൽ ഭീകരമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ 2-ാം ഘട്ടം. 3-ാം ഘട്ടവും അവർ പറയുന്നുണ്ട്. 3-ാം ഘട്ടത്തിൽ കിട്ടേണ്ടവർക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചു. ഇപ്പം അവരൊക്കെ എവിടെയുണ്ട്? ആര് ഈ മല പോലെ കൊണ്ടുവന്ന ഇഷ്യൂസൊക്കെ എവിടെ പോയി? ഉമ്മൻചാണ്ടിയുടെ വിശുദ്ധിയും ലോകത്തിന് ബോധ്യപ്പെട്ടു, കുറ്റവാളികൾ ആരാണെന്നും ബോധ്യപ്പെട്ടു. 3-ാം ഘട്ടം. ഈ 2-ാം ഘട്ടം വളരെ പ്രധാനമാണ്. 2-ാം ഘട്ടത്തിലാണ് UN അവാർഡ് വാങ്ങാൻ ബഹ്റൈനിലേക്ക് പോകുന്ന ഉമ്മൻചാണ്ടി. കുടുംബസമേതം പോവാണ്, ഞാനും കൂടെ ഉണ്ടായിരുന്നു. ആ വേദിയിൽ അഭിമാനത്തോടെ കേരളത്തിൻ്റെ പുരോഗതിക്ക് അവാർഡ് വാങ്ങിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു വാർത്ത കേൾക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ്, ഈ ടെനി ജോപ്പനെ. അവരെക്കുറിച്ച് പിന്നെ അവർ പറയുന്നുണ്ട് കേട്ടോ, അതാരും സത്യമാണ്. നമ്മളെ മീഡിയ ജോപ്പന് പിന്നെ എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച് പോയിട്ടില്ല. ജോപ്പനിപ്പോൾ ഉപജീവനത്തിന് വേണ്ടി ലോട്ടറി വിൽക്കുകയാണത്രേ. അത്ര ഗതികേടിലേക്ക് ആ കുടുംബത്തെ കൊണ്ടുപോയി. എന്തായിരുന്നു അവൻ ചെയ്ത കുറ്റം എന്ന് മറിയാമ്മ ചോദിക്കുന്നുണ്ട്. മറിയാമ്മ ചേട്ടത്തിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, ഉമ്മൻചാണ്ടിക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ തന്നെ ഗവൺമെൻറ്, അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പോലീസ്. മറിയാമ്മ ചേട്ടത്തി ചോദിക്കുന്നുണ്ട്, ലോകത്തിലെവിടെയും ഞാൻ കേട്ടിട്ടില്ല, നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എനിക്ക് അറിയാൻ മേല. എന്താണത്? ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് മുഖ്യമന്ത്രിയോട് ചോദിക്കണ്ടേ? മുഖ്യമന്ത്രി അറിയുന്നത് ബഹ്റൈനിൽ ഇരുന്നിട്ടാണ്. തൻ്റെ സ്റ്റാഫിലെ, തൻ്റെ പ്രധാനപ്പെട്ട വിശ്വസ്തനായ പ്രൈവറ്റ് സെക്രട്ടറി പോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളെ, ഏറ്റവും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ തന്നെ ഗവൺമെൻറ്റിലെ, അദ്ദേഹത്തിൻ്റെ തന്നെ വിശ്വസ്തനായ ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ഇത് എവിടുത്തെ ന്യായമാണ്? എന്നിട്ട് അവർ കൊള്ളിച്ച് ചിലത് പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ നീതിമാനാണെന്നും അദ്ദേഹത്തിന് ധാർമ്മികത വലിയ പ്രശ്നമാണെന്നും അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ആ കാരണം കൊണ്ട് അദ്ദേഹം നാട്ടിലെത്തുന്നതിന് മുമ്പ് രാജിവെക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചവരുണ്ടാകും. ബാക്കി അവർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചത്? കൃത്യമായി നമുക്ക് ആ പ്രസ്താവനയിൽ നിന്ന് വായിക്കാൻ പറ്റും. നീ കൃത്യമായി പറഞ്ഞല്ലോ, ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിന് വിശ്വസ്തനാണ്. ആ വിശ്വാസം എന്തുമാത്രം കപടമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ളവർക്ക് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. കാരണം മന്ത്രിസഭയിലെ 2-ാമൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരാണ്. തിരുവഞ്ചൂരിന് പോലും പ്ലാൻ ഉണ്ടായിരുന്നു. തിരുവഞ്ചൂരും കോട്ടയത്താണ്. ആലോചിച്ച് നോക്കൂ, ഒരേ നാട്ടുകാരാണ്, ഒരേ പാർട്ടിക്കാരാണ്, ഒരേ ഗ്രൂപ്പുകാരാണ്, ആത്മമിത്രമാണ്. അവർ പോലും കൃത്യമായി ഉമ്മൻചാണ്ടിക്കെതിരെ നീങ്ങി എന്നാണ്. തിരുവഞ്ചൂരിന് തന്നെയാണ് ആ കൊട്ട്. 2-ാമത്തേത്. 3-ാമത്തേത് അവർ പറയുന്നുണ്ട്, ഇപ്പോൾ കാണേണ്ടതൊക്കെ കണ്ടില്ലേ, അത് ദൈവം, ഈശ്വരൻ്റെ, അത് ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ദൈവം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. എന്നാലോചിച്ച് നോക്കൂ. ഇത് നമ്മളിപ്പോൾ കാണുന്ന PC വിഷ്ണുനാഥ് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവനിര, അവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടുവന്ന പല നേതാക്കളും ഉമ്മൻചാണ്ടിയേക്കാൾ പിന്നെ വളർന്നു. അവരാരെയും കണ്ടില്ലല്ലോ, ഒരാളും ഉണ്ടായില്ല. അത് ആ പറഞ്ഞതിലെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ തണലിൽ, ഉമ്മൻചാണ്ടിയുടെ ലാളനയിൽ വളർന്നു വന്നവരാണ് ഈ ടീമൊക്കെ. ഇപ്പോഴത്തെ വമ്പന്മാരായി വാഴുന്ന ഈ യുവകേസരികളുണ്ടല്ലോ, അവരൊക്കെ ഉമ്മൻചാണ്ടിയുടെ കൂട്ടരാണ്. വേറൊരു കാര്യം കൂടി കൂട്ടത്തിൽ ഓർക്കണം. നമ്മൾ PC ജോർജിനെ കുറിച്ച് നമുക്ക് ഒരുപാട് വിവാദ പുരുഷനാണ്. പക്ഷേ PC ജോർജ്, എൻ്റെ ഒരു നോട്ടത്തിൽ PC ജോർജ് രാഷ്ട്രീയ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പാതകം, അറിഞ്ഞുകൊണ്ട് ചെയ്ത പാതകം, ഈ സരിതയെ ഉമ്മൻചാണ്ടിയുമായി കൂട്ടിക്കെട്ടിയുണ്ടായ കഥ ഞാൻ നേരിട്ട് കണ്ടു, ഞാൻ ദൃക്സാക്ഷിയാണ് എന്നൊക്കെ മട്ടിലുള്ള ഒരു കഥ. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എന്തെല്ലാം രാഷ്ട്രീയം പറയാമെന്നേ, ആ രാഷ്ട്രീയം പറയേണ്ടതുണ്ട്.
ഒരു ഭരണകക്ഷിയായി കോൺഗ്രസും UDF ഇരിക്കുമ്പോൾ വിമർശനം ആവശ്യമുണ്ട്. പക്ഷേ വിമർശനത്തിനും ചില ധാർമ്മികത വേണം. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു എന്നത് PC ജോർജ് ആരെക്കുറിച്ചും പറയും. പക്ഷേ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞത് ചരിത്രം പൊറുക്കുകയില്ല. മറിയാമ്മ ചേട്ടത്തിയുടെ കണ്ണീര് കണ്ടപ്പോൾ എനിക്ക് തോന്നി അനുഭവിക്കേണ്ടവരൊക്കെ അനുഭവിക്കും. PC ജോർജിനും കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല BJP നേതാവായ PC ജോർജിനും അത് ബാധകമാണ് എന്ന് ആ കണ്ണീര് കണ്ടപ്പോൾ എനിക്ക് തോന്നി. എന്തായാലും ഈ മറിയാമ്മയുടെ ഈ വാക്കുകൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വലിയ ഒച്ചപ്പാടുണ്ടാക്കും, വലിയ ചലനമുണ്ടാക്കും. കോൺഗ്രസ്സിന് നമ്മൾ വലിയ ഇമേജുമായി നിൽക്കുന്ന സമയത്ത് കൊള്ളേണ്ടടത്തൊക്കെ കൊള്ളുന്ന 1000 മുനകളുള്ള വാക്കുകളാണ് ആ കണ്ണീരിനോടൊപ്പം പുറത്തു വന്നത്. കേരളം അത് കാണാനിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.